ഇന്നൊരു ബിരിയാണി കഥ പറയട്ടെ. എൻ്റെ വൈദ്യ ഒരു ബിരിയാണി പ്രിയനാണ് കേട്ടോ. ചോറ് മടുത്തൂന്ന് തോന്നുന്ന ചില ദിവസങ്ങളിൽ ഞങ്ങളിങ്ങനെ ബിരിയാണി വെക്കൽ പതിവാണേ. ചിക്കൻ കറി സാധാരണ പോലെ തന്നെയാണ് വെക്കാറ്. എല്ലാം വഴറ്റി കഴിയുമ്പോൾ അതിലേക്ക് സാധാരണ പോലെയുള്ള പൊടികളൊക്കെ തന്നെ ഇട്ടിട്ട് ചിക്കനും കൂടി ഇട്ട് സ്വല്പം മാത്രമേ വെള്ളം ഒഴിക്കുകയുള്ളൂ. കാരണം അടച്ചു വെച്ച് വയ്ക്കുമ്പോൾ അതിനകത്ത് ആവി വെള്ളം വരുമല്ലോ, അപ്പോൾ ആവശ്യത്തിന് വെള്ളം ആയിക്കോളൂ കേട്ടോ. റൈസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ചിലരൊക്കെ ഈ ക്യാരറ്റ് വറുത്തിടുന്ന ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ ഈ സ്പൈസസും കട്ട് ചെയ്ത പച്ചമുളകും ക്യാരറ്റും എല്ലാം കൂടെ അതിനകത്തിട്ട് ആ വെള്ളത്തിലിട്ട് തന്നെയാണ് വേവിക്കാറ്. അരി ഇട്ട് കഴിഞ്ഞാൽ ഉപ്പിട്ട് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് എണ്ണയും കൂടെ ചേർക്കാറുണ്ട് കേട്ടോ. റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ അത് നല്ലതാണെന്ന് എന്നോട് പണ്ടാരോ പറഞ്ഞത് കേട്ടിട്ട് അന്ന് തൊട്ടേ ഞാൻ ചെയ്തു വരുന്നൊരു ശീലമാണ് കേട്ടോ. ചിലർക്ക് കറിയും റൈസും ഒക്കെ ഒരുമിച്ച് ദം ചെയ്യണ ബിരിയാണിയോടാണ് പ്രിയം. എന്നാൽ എനിക്ക് അങ്ങനെയല്ല, ഇത് രണ്ടും സെപ്പറേറ്റ് വെച്ചിട്ട് ഒരുമിച്ച് കഴിക്കാനാണ് എനിക്കിഷ്ടം കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വൈദ്യം നേരത്തെ കഴിച്ചു കേട്ടോ. ഏട്ടൻ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും ഉമ്മർത്തിരുന്നാണ് കഴിക്കണത്. ഈ സമയത്ത് ഞങ്ങൾക്ക് പറയാൻ ഒത്തിരി കാര്യങ്ങളും ഒത്തിരി വിശേഷങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റ ബൈ ബൈ, സീ യു.